എക്സ്റേയുടെ കണ്ടുപിടുത്തം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന് പിന്നിലെ ചരിത്രം വളരെ രസകരമാണ്. എക്സ്റേയുടെ ഉപജ്ഞാതാവായ വിൽഹം കോൺറാഡ് റോൺജൻ 1895 നവംബർ 8-നാണ് ഈ മഹത്തായ കണ്ടുപിടുത്തം നടത്തിയത്. ജർമ്മനിയിലെ വൂർസ്ബർഗ് സർവകലാശാലയിലെ ഭൗതികശാസ്ത്ര പ്രൊഫസറായിരുന്ന റോൺജൻ അക്കാലത്ത് കാഥോഡ് റേ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലായിരുന്നു. 1895 നവംബർ 8-ന് അദ്ദേഹം ഒരു കാഥോഡ് റേ ട്യൂബ് കട്ടിയുള്ള കറുത്ത പേപ്പർ കൊണ്ട് പൂർണ്ണമായി മൂടിയിട്ട് പരീക്ഷണം നടത്തുന്നതിനിടയിൽ മുറിയിൽ അല്പം അകലെയായി സൂക്ഷിച്ചിരുന്ന ബേരിയം പ്ലാറ്റിനോ സയനൈഡ് പൂശിയ ഒരു സ്ക്രീൻ പ്രകാശിക്കുന്നതായി ശ്രദ്ധിച്ചു. ട്യൂബ് കറുത്ത പേപ്പർ കൊണ്ട് മൂടിയിരിക്കുന്നതിനാൽ അതിൽ നിന്നുള്ള സാധാരണ പ്രകാശത്തിന് പുറത്തു വരാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് കറുത്ത പേപ്പറിലൂടെ പോലും തുളച്ചു കടന്ന സ്ക്രീനിൽ പ്രകാശമുണ്ടാക്കാൻ കഴിവുള്ള അജ്ഞാതമായ ഒരുതരം കിരണം ട്യൂബിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ പുതിയ കിരണങ്ങളുടെ സ്വഭാവം അജ്ഞാതമായതുകൊണ്ട് അദ്ദേഹം ഗണിതശാസ്ത്രത്തിലെ അജ്ഞാത രാശിക്ക് നൽകുന്നത് പോലെ അതിന് എക്സ്റേ എന്ന് പേരിട്ടു.